അനദർ വെരി കോമൺ തിങ് ഇസ് ഈ ഡബിൾ താടി എന്ന് പറയുന്നത്. പീപ്പിൾ സ്റ്റാർട്ടഡ് ബിക്കമിങ് മോർ അവെയർ. ഇപ്പോൾ കോവിഡ് ടൈം കഴിഞ്ഞിട്ട് ഒരു വലിയ സർജ് ഉണ്ടായിരുന്നു ഈ ഡബിൾ ചിൻ കറക്ഷൻ എന്ന് പറയുന്നത്. ഈ അസസ് ഇറ്റ് ഫാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രന്ഥി കാരണം, അല്ലെങ്കിൽ മസിൽ കാരണം, അല്ലെങ്കിൽ ജനിതകമായിട്ട് അവരുടെ ഷേപ്പ് അങ്ങനെയായിട്ടും വരാറുണ്ട്. ഡബിൾ ചിൻ ആയിട്ട് വരുന്ന ആൾക്കാരിൽ എന്താണ് ചെയ്യുന്നത്? ഈച്ച് പേഷ്യന്റ് ഓരോ ഇതനുസരിച്ചിരിക്കും. നമുക്ക് സബ്മെന്റൽ ലൈപ്പോസക്ഷൻ സിമ്പിൾ പ്രൊസീജിയർ ചെയ്യുന്ന പ്രൊസീജിയർ പ്ലാറ്റിസ്മ അപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു, വിച്ച് ക്യാൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ എഴുന്നേറ്റിരിക്കുന്ന മസിലാണ് ഈ പ്ലാറ്റിസ്മ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് കൊടുക്കും. അപ്പോൾ കുറേയൊക്കെ ഈ ഡബിൾ എന്നുള്ളത് ആ മസിൽ തന്നെ കുറേ എടുത്തു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറയുന്ന പോലെ ചിൻ അഡ്വാൻസ്മെന്റ് ചെയ്യുവാണെങ്കിൽ ഓർ ജോ അഡ്വാൻസ്മെന്റ് ചെയ്യുമ്പോൾ സ്ട്രെച്ചസ് ദാറ്റ് ടിഷ്യൂ, അതിന് അടിയിൽ കിടക്കുന്ന സോഫ്റ്റ് ടിഷ്യൂ സ്ട്രെച്ച് ആവും ആൻഡ് ആ ഡബിൾ ചിൻ പോകും. പലപ്പോഴും കാണുന്നത് നമ്മൾ ജീനിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ, അതായത് ഒട്ടും ചിൻ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ ജീനിയോപ്ലാസ്റ്റി ചെയ്തത് മുന്നോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡബിൾ താടി വാനിഷ് ചെയ്യുന്നതാണ് കാണുന്നത്. കാരണം ഈ സ്ട്രെച്ച് വരുമ്പോൾ ഈ സ്കിൻ കുറച്ചും കൂടി കോൺടൂർഡ് ആയിട്ട് കംപ്ലീറ്റ് ഡിസപ്പിയർ ചെയ്യുന്ന കാണാറുണ്ട്. വി ഓൾവേസ് ടെൽ ദം വിൽ ഫസ്റ്റ് ഡു ദ ജീനിയോപ്ലാസ്റ്റി. ഇതാണ് മെയിൻ പ്രശ്നം. ഡബിൾ ചിൻ അല്ല, കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അതിനോട് കറക്റ്റ് ആണെന്നുള്ളത്. എന്നാൽ അതല്ല, ഇപ്പോൾ മസിലിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇവിടുത്തെ സബ്മാൻഡിബുലർ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഉമിനീർ ഗ്രന്ഥിയുടെ പ്രശ്നമൊക്കെ ആണെങ്കിൽ വി മൈറ്റ് ഹാവ് ടു ഗോ ഫോർ അങ്ങനത്തെ ഡീപ് പ്ലെയിൻ നെക്ക് ലിഫ്റ്റ് ഒക്കെ ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം.